ഹായ് ഫ്രണ്ട്സ്, IP മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. രേഖാചിത്രം കണ്ടിറങ്ങി. അതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് നമ്മളെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. നമുക്കതൊന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ. പേഴ്സണലി എനിക്ക് തോന്നിയത് ഒരു സിമ്പിൾ ഡീസൻറ്റ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ എന്നതാണ് ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് രേഖാചിത്രം. നമ്മൾ ആസിഫ് അലിൻ്റെ തലവൻ, പിന്നെ കൂമൻ, അങ്ങനത്തെ ആസിഫ് അലി ഒരു നമ്മളെ മമ്മൂക്ക, സുരേഷ് ഗോപിയൊക്കെ ചെയ്ത ഒരു പോലീസ് വേഷത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതേ ഒരു ടച്ചൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഗൗരവം എല്ലാം കാണുമ്പോൾ നമുക്കൊരു ഭാവിയിലൊരു നമ്മളെന്താ പറയുക, പോലീസ് വേഷം ആപ്റ്റായിട്ടുള്ളൊരു യൂത്ത് നടനായിട്ട് നമുക്ക് ആസിഫ് അലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആക്ടിംഗ് വൈസ് വളരെ നന്നായിട്ടുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, വമ്പൻ പടം, വമ്പൻ ട്വിസ്റ്റ്, ഭയങ്കര ത്രില്ലർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ആവറേജ് എന്തായുണ്ട്, അതിന് എബോ ആണെങ്കിൽ വേണം പറയാം. എന്നാലും നമുക്ക് കണ്ടിരിക്കാം. പിന്നെ വൺ ടൈം മസ്റ്റ് വാച്ച് ആണ് എന്തായാലും. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു മറ്റൊരു കാര്യം, ഞാനിതിനെ റിയൽ സ്റ്റോറി എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും കൂടി ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. മമ്മൂട്ടിന്റെ ഒരു സിനിമ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാതോട് കാതോരം ആ ഒരു ഫിലിമുമായി ബന്ധപ്പെട്ടാണ് സിനിമയുടെ മൊത്തത്തിലുള്ള പോക്ക്. ഏകദേശം ഒരു 1985 കാലഘട്ടത്തിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട സിനിമ പോകുന്നത്. സിനിമയെ കുറിച്ച് പറയാൻ വല്ലാണ്ട് പറ്റൂല, കാരണം സസ്പെൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയ ഒന്ന് റിലീവ് ചെയ്താൽ മാത്രം അതിപ്പോ സിനിമേന്റെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടും. ഇതിൽ അഭിനയിച്ച അനശ്വര രാജൻ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ആക്ടിങ്, റോള് നല്ല ഭംഗിയായിട്ട് ഓരോരുത്തർ കേട്ടോ എടുത്ത് ഇന്ദ്രൻസ് വരെ സൂപ്പർ ആയിട്ട് ചെറിയ ചെറിയ റോൾ ഉണ്ടെങ്കിൽ പോലും ചെയ്തു. അവരൊക്കെ നല്ല ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ടല്ലേ. പക്ഷെ ചെറിയ ചെറിയ റോളുകളേ ഉള്ളൂ, പക്ഷെ എന്നാലും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ BGM, എഡിറ്റിങ്, കളറിങ് ഒക്കെ സൂപ്പർ ആയിട്ട് വന്നു. BGM ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് ഒരു ലാഗടിപ്പിക്കാത്ത രീതിയിലുള്ള BGM ആണ്. അതായത് ഓരോരോ സംഭവങ്ങൾ കാണിക്കുമ്പോ അതിന്റെ ഒരു BGM കാണിക്കുമ്പോ നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുൾ എൻഗേജിങ് ആയി. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ചെറിയൊരു അതുണ്ടാവും. ഏകദേശം ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുമ്പോ എല്ലാ മൂവിയിലും ഉണ്ടാവുന്ന ഒരു ലാഗ് നമുക്ക് ബോറിംഗ് അടിക്കൂല കേട്ടോ, ബോറടിക്കൂല. പക്ഷെ അങ്ങനെ പോകും, നമ്മുടെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. നമ്മളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൊണ്ടുപോകും. നമ്മളെ കണ്ടു വരുന്ന സംഭവങ്ങളാണെങ്കിലും അന്വേഷണ രീതി ആണെങ്കിലും നമ്മൾ അതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ സംവിധായകന് വിജയിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അത് പ്രീസ്റ്റ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി പ്രീസ്റ്റ്. എനിവേ രേഖാചിത്രം നല്ലൊരു മൂവിയാണ്. വൺ ടൈം വാച്ച് എന്തായുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. IP മീഡിയയുടെ മറ്റൊരു വീഡിയോ എത്താം. ഗുഡ് ബൈ.